തിരുവനന്തപുരത്ത് വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ്റെ ദുരൂഹ മരണത്തിൽ വിശദമായ അന്വേഷണം. മരിച്ച അഭിജിത്തിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. മരണവിവരം അറിഞ്ഞിട്ടും പോലീസിനെയും വീട്ടുകാരെയും അറിയിക്കാതെ മറച്ചുവെച്ചുവെന്നും നിഗമനം. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 വാർത്താ സംഘത്തെ ആക്രമിച്ച പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ 24 പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെയായിരുന്നു ഈ കോൺഗ്രസ് നേതാവിൻ്റെ പ്രകടനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടൊന്നും മാധ്യമങ്ങൾ മുട്ടുമടക്കില്ല എന്ന് ഈ കോൺഗ്രസ് നേതാവ് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടും നല്ലത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ആദ്യം ഈ കേസ് എന്തായിരുന്നു? അത് കഴിഞ്ഞ് നമ്മുടെ കോൺഗ്രസ് നേതാവിൻ്റെ കലാപ്രകടനത്തെക്കുറിച്ച് പറയും. തിരുവനന്തപുരം വെമ്പായം തേക്കട സ്വദേശിയായ അഭിജിത്ത്, 16 വയസ്സാണ് അഭിജിത്തിന് പ്രായം. അഭിജിത്തിനെ ഈ കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി കാണാതായിരുന്നു. തുടർന്ന് മാർച്ച് 8-ാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകുകയും ഈ പലയിടങ്ങളിലും അഭിജിത്തിനായി അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് അഭിജിത്ത് മരിച്ചതായി കുടുംബത്തിന് വിവരം ലഭിച്ചത്. അതായത് മാർച്ച് 5-ാം തീയതി പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ട്രെയിൻ ഇടിച്ച് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പിന്നീട് ഇത് അഭിജിത്തിന്റെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇങ്ങനെയാണ് ഈ അഭിജിത്ത് മരിച്ച കാര്യം കുടുംബം അറിയുന്നത്. പക്ഷേ ഈ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ട് അത് ആരുടെ മൃതദേഹമാണെന്ന് അന്വേഷിക്കാൻ പേട്ട പോലീസോ ഒരു യുവാവിനെ കാണാതായി എന്ന പരാതി കൊടുത്തിട്ട് അത് കൃത്യമായി അന്വേഷിക്കാൻ വട്ടപ്പാറ പോലീസോ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ അനാസ്ഥ. അങ്ങനെയാണ് ഈ അജ്ഞാത മൃതദേഹമെന്ന് കരുതി പേട്ട പോലീസ് ഈ യുവാവിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ബന്ധുക്കൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ പോലീസ് പറഞ്ഞ ന്യായം അത് ഒരു മലയാളിയുടേതാണെന്ന് കരുതിയില്ല, അങ്ങനെ സംസ്കരിച്ചു. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല, ബന്ധുക്കളാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള തൊടു ന്യായങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് പോലീസിനെതിരെ ഈ കുടുംബം ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം ചില സുഹൃത്തുക്കൾക്കെതിരെയും കുടുംബം പരാതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അഭിജിത്ത് വീട്ടിൽ നിന്ന് പോയത്. പക്ഷേ അഭിജിത്ത് മരിച്ചു എന്ന കാര്യം ചില സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് സുഹൃത്തുക്കൾ മറച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. അതിനുള്ള കാരണം എന്താണ് എന്ന് കുടുംബം ചോദിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ ഒരു നടപടികളിലേക്ക് പോലീസ് ഇന്ന് കടക്കും. ഈ അഭിജിത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നടക്കം വിശദമായി മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. മറ്റൊന്ന്, SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ 24 സംഘം വെമ്പായത്തെത്തുന്നത്. അവിടെ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ, അവരുടെ പരാതികൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ദൃശ്യങ്ങൾ സഹിതം സംപ്രേഷണം ചെയ്യുന്ന ഘട്ടത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അതിക്രമം അഴിച്ചുവിട്ടത്. അതിന് കാരണമായി പറയുന്നത് അവരുടെ പ്രതികരണം എടുത്തില്ല എന്നതാണ്. കാരണം ആ കുടുംബത്തിന് പറയാനുള്ളത്, ബന്ധുക്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി നൽകുമ്പോൾ തങ്ങളുടെ പ്രതികരണം എടുത്തില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അവിടെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടു. 24ന്റെ റിപ്പോർട്ടറെയും ഒപ്പം ക്യാമറമാനെയും കയ്യേറ്റം ചെയ്തു. ക്യാമറ അടിച്ചു തകർക്കാനുള്ള ശ്രമം പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ തേക്കട അനിൽകുമാർ, ഒപ്പം ഷാനവാസ് കുമാർ എന്നീ ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത്തരത്തിൽ അതിക്രമം നടത്തിയത്. തുടർന്ന് ഈ പരിക്കേറ്റ ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനെ ഉൾപ്പെടെ ഈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വട്ടപ്പാറ പോലീസിലും ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിട്ടുമുണ്ട്. SKN എന്തായാലും ഈ തേക്കട തീക്കടയായിട്ട് മാറാനുള്ള ശ്രമമായിരുന്നു. അനിൽകുമാറെ, കളി 24 എന്തായാലും വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.